ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവഭക്തിയുടെ മഹത്വം എന്നുള്ള വിഷയമാണ്. അതിനു മുൻപായിട്ട് നമ്മൾ ദൈവഭക്തിയുടെ മർമ്മം കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ള കാര്യത്തെ വിശദമായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവഭക്തിയുടെ മഹത്വം, എക്സലൻസ് ഓഫ് ഗോഡ്ലിനെസ്, കർത്താവായ യേശുക്രിസ്തുവിലാണ് നാം കാണുന്നത്. തൻ്റെ വ്യക്തിജീവിതത്തെ നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിൽ എങ്ങനെ പ്രകടമാകും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. ആ രീതിയിൽ നമ്മളുടെ ജീവിതങ്ങളെ ദൈവഭക്തിക്ക് അനുസാരമായി ക്രമീകരിക്കുവാൻ കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവഭക്തിയുടെ അളവ് എന്ന വിഷയമാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദൈവഭക്തനാണോ ഞാൻ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. നമുക്ക് ഒരാളെയും ദൈവഭക്തനാണോ എന്ന് നമ്മെ ഒഴിച്ച് മറ്റാരെയും ദൈവഭക്തനാണോ എന്ന് അളക്കാൻ കഴിയില്ല. അതാണ് ദൈവഭക്തിയുടെ പ്രത്യേകത. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവും മാത്രവും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ എത്ര ഭക്തനാണെന്ന് ദൈവത്തിനല്ലാതെ മറ്റാർക്കും പറയാൻ സാധ്യമല്ല. നമ്മൾ പലപ്പോഴും വ്യക്തികളെ കാണുമ്പോൾ ഭക്തന്മാരാണെന്നോ അല്ലെങ്കിൽ നല്ല സ്പിരിച്വലാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാനതിനെ ഒന്നും വിമർശിക്കുകയല്ല. നമ്മൾ ചില പ്രവൃത്തികളെയോ അവർ ചെയ്യുന്നതായ ചില കാര്യങ്ങളെയോ ഒക്കെ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിൽ തന്നെ ഒരു തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എത്ര ആത്മീകനാണെന്ന് നമുക്ക് പുറത്തുനിന്ന് തോന്നിയാൽ പോലും അകമേ ഭക്തനായിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അതാണ് സത്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പുറത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മോട്ടിവേഷൻ എന്താണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് ദൈവം വിലയിരുത്തുന്നത്. എന്താണ് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം? ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കില്ല, മറിച്ച് എൻ്റെ വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ പ്രവൃത്തി കാണുന്ന ഒരാൾ പറയും വളരെ നന്നായി ആത്മീകനായി ശുശ്രൂഷ ചെയ്യുന്നവനാണെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവൻ സെൽഫ് ഗ്ലോറിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ദൈവം അവനെ ഒരിക്കലും ഭക്തനായി പരിഗണിക്കുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് അല്പം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 1:14 തൊട്ട് 18 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 1:14 തൊട്ട് 18 വരെ. ചിലരും നല്ല മനസ്സോടെ തന്നെ ആ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരും എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താലത്താൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു നല്ല സിനാരിയോ കിട്ടുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. തനിക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ചില മനുഷ്യർ ആ തക്കം ഉപയോഗിച്ച് അപ്പസ്തോലൻ്റെ പ്രവൃത്തി തങ്ങളുടെ പ്രവൃത്തിയും കൂടെ ആണെന്ന് കാണിക്കുവാനായിട്ടുള്ള വ്യഗ്രതയോടുകൂടെ അസൂയയും പിണക്കവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ പുറത്തൊരാളെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന കണ്ട 100% സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നല്ല ആത്മീയനാണെന്നാണ് നോർമലി. പക്ഷെ അപ്പസ്തോലനായ പൗലോസോട് പറയുകയാണ്, അവരുടെ ഉദ്ദേശ്യം നല്ലതല്ല. അവരുടെ ഉദ്ദേശ്യം അപ്പസ്തോലൻ ഇങ്ങനെ മഹത്വം എടുത്ത് നടക്കുകയല്ല, ഞങ്ങളും മോശക്കാരൊന്നും അല്ല എന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷേ അപ്പസ്തോലനായ പൗലോസ് ഭക്തനായതുകൊണ്ട് അവരെ കഠിനമായി വിമർശിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് താൻ പറയുന്നത്? ഇനി അസൂയയാണെങ്കിലും പിണക്കമാണെങ്കിലും എന്താണെങ്കിലും വേണ്ടില്ല, സുവിശേഷമല്ലേ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്യൂ അല്ല. അത് അവനും ദൈവവും തമ്മിൽ കണക്ക് തീർത്തുകൊള്ളും എന്നാണ് അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതാണ് അപ്പസ്തോലനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ അളവുകോലായിട്ട് താൻ വച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ ആശയം, നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് മനുഷ്യനെ അളക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ശമൂവേൽ ഇശ്ശായിയുടെ ഭവനത്തിൽ ചെന്ന് എത്തുമ്പോൾ അവിടെ താൻ തൻ്റെ മക്കളെ അഭിഷേകം ചെയ്യുവാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് മൂത്തവനെ തൊട്ട് എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നല്ല ബലശാലിയായ മൂത്ത പുത്രനെ കണ്ടപ്പോൾ ശമൂവേൽ ധരിച്ചു ഇവനായിരിക്കുമെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, അല്ലല്ല, മനുഷ്യൻ പുറത്തുനിന്നുള്ളത് കാണുന്നുള്ളൂ, അകമയുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. 7 പേരെയും കൊണ്ടുവന്നു, ഒന്നും നടന്നില്ല. അവസാനം പറഞ്ഞു, ഇനി വല്ലവനുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പീക്കിരി പയ്യൻ, അവൻ അവിടെ ആടിനെ നോക്കി കിടക്കുക. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനായിരുന്നു ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ. മനുഷ്യരായിരിക്കുന്ന നമ്മൾക്ക് ഒരിക്കലും ഒരു ഭക്തനെ തിരിച്ചറിയുവാനായിട്ടുള്ള കെൽപ്പ് ഇല്ല. ഭക്തനെ തിരിച്ചറിയുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണം നമ്മളുടെ അന്തരിന്ദ്രിയങ്ങളെ, നമ്മളുടെ എല്ലാ ആലോചനകളെ, നമ്മളുടെ മനസ്സിൻ്റെ ഉദ്ദേശ്യശുദ്ധിയെ കൃത്യമായിട്ട് അറിയുന്നവൻ ഒരാളേ ഉള്ളൂ. അത് നമ്മെ ഉളവാക്കിയ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ഭക്തനാണോ അഭക്തനാണോ എന്ന് വിലയിരുത്താൻ പോകേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ഒരു ഭക്തനെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു ക്ലൂ തരുന്നുണ്ട്. ആ ക്ലൂ എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പലപ്പോഴും ഒരുപോലെ തന്നെ പ്രദർശിപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവൻ ഭക്തനായി ജീവിക്കുവാൻ ശ്രമിക്കുന്നവനാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രകടമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല. പ്രത്യേകിച്ച് അത് നിരന്തരമായി നമ്മിൽ പ്രദർശിപ്പിക്കപ്പെടണമെങ്കിൽ നല്ല ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. എന്നാൽ അതല്ല നമ്മുടെ ഇഷ്യൂ. നമ്മൾ എങ്ങനെ ഭക്തന്മാരായിരിക്കുമെന്ന് നമ്മളെക്കുറിച്ച് വിലയിരുത്തുക, അതാണ് നമ്മളുടെ അളവുകോൽ. എങ്ങനെയാണ് നമ്മളൊരു ഭക്തനെ വിലയിരുത്തുക എന്ന് ചോദിച്ചാൽ ആൻസർ വളരെ ക്ലിയർ ആണ്. ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനോട് സാമ്യമുള്ളവൻ ആണ്. എൻ്റെ കർത്താവിനോട് ഞാൻ എത്രമാത്രം സാമ്യമുള്ളവനാണ്. കർത്താവിനെ പോലെ ഞാൻ ചിന്തിക്കുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ഒക്കെയാണോ? ഇതാണ് നമ്മളുടെ അളവുകോൽ. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചിട്ടുള്ള പഠനം തന്നെയാണ്. കർത്താവിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അവൻ്റെ വ്യക്തി സ്വഭാവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മളിന്ന് പാട്ടിൽ പാടിയപ്പോൾ ഭക്തി അത്ര എളുപ്പമുള്ളൊരു കാര്യം അല്ല എന്നുള്ളത് നമ്മളവിടെ പാടി. അതിനുവേണ്ടി കെഞ്ചണം, വാഞ്ചിക്കണം, കെഞ്ചണം എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ അർത്ഥം കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം അല്ല. നമുക്കതിനാവശ്യമായിരിക്കുന്ന എല്ലാ റിസോഴ്സുകളും ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പുത്രത്വം തന്നു, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു, കർത്താവിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് എക്സർസൈസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ശത്രു നാം തന്നെയാണ്. നമ്മുടെ സ്വയം താഴെ വയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല. പലപ്പോഴും ലോകം, ജഡം, പിശാച് എന്നീ 3 ശത്രുക്കളെ കുറിച്ചാണ് ദൈവവചനം പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ ശത്രു ഞാൻ മനസ്സിലാക്കുന്നത് ജഡം തന്നെയാണ്, നമ്മൾ തന്നെയാണ്. പിശാചിനെയും ലോകത്തെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ശത്രു, നമ്മിൽ തന്നെയുള്ള ശത്രു, അവനാണ് ഏറ്റവും വലിയ ശത്രു. അവനാണ് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് നമ്മെ കീഴ്പ്പെടുത്താതെ വണ്ണം നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കരയുന്നത്, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ജഡത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ജഡത്തിൽ പാപം വസിക്കുകയാണ്. ഈ പാപം എന്നെ നന്മ ചെയ്യാനല്ല തിന്മ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. അതാണ് തൻ്റെ കരച്ചിൽ. പക്ഷെ താൻ അവിടെ അവസാനിപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മുടെ രക്ഷയുടെ പാത, നമ്മളെ ഭക്തന്മാരാക്കുന്നതിന് നമ്മുടെ ജഡം എതിരാണെങ്കിൽ അതിനെ വിജയിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഉപാധി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനിലൂടെ മാത്രമേ നമുക്ക് ഭക്തന്മാരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ
നമ്മുടെ ഭക്തി വളരെ വ്യക്തമാണ്, പക്ഷെ മനുഷ്യരിൽ നിന്ന് അത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 8:40 നമുക്കൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 8:40. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുകയും കാത്തുവയ്ക്കുകയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തരുടെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തു വേണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നു. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. ദൈവത്തിന് മാത്രമേ ഈ കാര്യം അറിയുകയുള്ളൂ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ, നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തൻ്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവൻ്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്ത് അരുളണമേ. അഥവാ ദൈവഭക്തി നമുക്ക് നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് ആണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചിന്തിക്കും. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കിടക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവിടണം. എങ്കിൽ മാത്രമേ ഭക്തന്മാരായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം ആണ്. അതിനെ നാം വാഞ്ചിക്കണം, പിന്തുടരണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാം. യഥാർത്ഥ ദൈവഭക്തിയുടെ അളവെന്നത് വിശ്വാസമാർഗത്തിൻ്റെ പ്രവൃത്തികൾ അല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ സഭായോഗം എത്ര അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സഭയിൽ എത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയിൽ ഞാൻ ആരാധനയ്ക്ക് തോട്ട് പറയുന്നുണ്ടോ, ചിന്തകൾ പ്രാർത്ഥിക്കാറുണ്ടോ, സ്തോത്രം ചെയ്യാറുണ്ടോ, ഇങ്ങനെ ചില മതങ്ങളുടെ പ്രവൃത്തികളല്ല ദൈവഭക്തിയുടെ അളവുകോൽ. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെയും ഭക്തനും അഭക്തനും ചെയ്യാൻ പറ്റും. ഭക്തനും അഭക്തനും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ ആശയം, ഭക്തൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി നിമിത്തമാണെങ്കിൽ അഭക്തന് അത്ര നല്ല മനസാക്ഷിയൊന്നും ഉണ്ടാവുകയില്ല. ഭക്തന്റെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കുകയും ഉപകാരമാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ അഭക്തന്റെ പ്രവൃത്തി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ആണ്. ആ ദിവസം സകലത്തെയും ശോധന ചെയ്യും, തീ കൊണ്ട് ശോധന ചെയ്യും. നിലനിൽക്കുന്നത് പ്രതിഫലം കൈപ്പറ്റും, അല്ലാത്തതൊക്കെ കത്തിപ്പോകും. അവിടെ എഴുതിയിരിക്കുന്ന ഛേദം വരുമെന്നാണ്. വളരെ ഭയപ്പെടേണ്ട ഒരു പോയിൻ്റാണത്. ഛേദം വരും. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ മനസാക്ഷി നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത് ചെയ്യാവൂ. കർത്താവിൻ്റെ വചനത്തിൽ കൊടുക്കുന്ന വിഷയം പറയുമ്പോൾ ഇങ്ങനൊരു വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വാക്ക്, നിർബന്ധത്താൽ അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആ മൊമെൻറ്റിൽ നമ്മളൊരു പ്രത്യേക കാര്യം, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പോ എന്ത് ഹെൽപ്പും ആകട്ടെ, അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ എനിക്ക് അത് നല്ല മനസാക്ഷിയോടുകൂടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സഹോദര സഹോദരി ചെയ്യണ്ട. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? നീ ചെയ്തിട്ടൊരു കാര്യവും ഇല്ല. അതെന്താ? നിന്റെ മനസാക്ഷി ശരിയല്ലെങ്കിൽ നീ ആ പ്രവൃത്തി കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. നിന്നെ ദൈവം വിധിക്കുന്ന നാളിൽ കൃത്യമായിട്ട് അത് പുറത്തു വരും. നീ എന്ത് ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണിച്ചത്, നിന്റെ മനസ്സിൽ എന്തായിരുന്നു നീ ചിന്തിച്ചത്, അത് വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് പ്രശംസയില്ലാതെ പോകും. അതുകൊണ്ട് പ്രവൃത്തികളല്ല നമ്മെ ഭക്തന്മാരാക്കുന്നത്, മറിച്ച് ഭക്തന്മാരാണ് ദൈവഹിതപ്രകാരം പ്രവൃത്തികളെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 3:18 നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലം പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്ത് മോശയുടെ മുഖം പ്രകാശിച്ചതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ദൈവവചനം താൻ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ പോയിരുന്നപ്പോൾ ദൈവത്തോടുള്ള തൻ്റെ ആ സാമീപ്യം തൻ്റെ മുഖത്തെ ത്വക്കിനെ
പ്രകാശിപ്പിക്കുവാനിടയായി. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഇസ്രായേൽ മക്കൾ കണ്ടപ്പോൾ അവർക്കത് ഭയം ഉളവാക്കിയതുകൊണ്ട് താൻ മൂടുപടം എടുത്ത് മൂടി. ആ മൂടുപടം ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മൂടുപടം നീങ്ങിയ അവസ്ഥയാണ്. കാരണം നമ്മൾ അടിമത്വത്തിലല്ല, സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. ഇപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മൂടുപടമുള്ള മുഖമല്ല, മറിച്ച് മൂടുപടം നീങ്ങിയ മുഖമാണ്. ആ മൂടുപടം നീങ്ങിയ മുഖത്ത് നാം എന്താണ് കാണിക്കേണ്ടത്? കർത്താവിൻ്റെ തേജസ്സിനെ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ തേജസ്സിനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളെ അഥവാ കർത്താവിനെ നമ്മൾ പ്രകാശിപ്പിക്കണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ആ തേജസ്സിനെ കണ്ണാടി പോലെ നമ്മൾ പ്രതിബിംബിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെ ലോകത്തെ കാണിക്കുമ്പോൾ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പറഞ്ഞതിൻ്റെ ആശയം ഏകദേശം പിടികിട്ടി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ പ്രവൃത്തികൾ നാം ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോഴും കർത്താവിൻ്റെ തേജസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ദിവ്യ സ്വഭാവം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ തേജസ് നമ്മിൽ കടന്നു വരികയും നമ്മൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി we will be reflecting our Lord in our life. അവനെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ കൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കുന്നവരായി തീരും. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ടാർഗറ്റ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മോശയ്ക്ക് താത്കാലികമായി ഒരു തേജസ് കിട്ടി, നമ്മൾക്ക് അങ്ങനെയല്ല, അത് പെർമനൻ്റ് ആണ്. ആ താൽക്കാലികമായി കിട്ടിയ തേജസ് അത് മറച്ചു വെക്കേണ്ടി വന്നു. കാരണം അത് ഉൾക്കൊള്ളുവാൻ അടിമത്തത്തിലിരിക്കുന്ന ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കാര്യം അങ്ങനെയല്ല. സ്വപുത്രന്റെ ആത്മാവിനെ തന്നിട്ട് ദൈവം പറയുക, എൻ്റെ മകൻ്റെ പോലെ നിങ്ങൾ തേജസ്സുള്ളവരായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ കാണിച്ചു കൊടുക്കുക. ഇതാണ് ദൈവം നമുക്ക് തരുന്ന മെസ്സേജ്. പ്രിയമുള്ളവരെ, ദൈവഭക്തന്മാർക്കാണ് അത് സാധിക്കുക. ദൈവഭക്തന് മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ശരിയായിട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ 2 തരം പരിജ്ഞാനങ്ങളെക്കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവുമുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്, ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉണ്ട്. ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവം സ്നേഹമാണ്, അത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയാം. എന്നാൽ ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടം, അതിൻ്റെ പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിങ്കിലേക്ക് അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പല അളവിൽ നമ്മിൽ വെളിപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ, സ്നേഹത്താൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം സ്നേഹമാണ് എന്ന പരിജ്ഞാനത്തിൻ്റെ സബ് ഡിവിഷൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഒരാൾക്ക് ദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്നേഹത്താൽ, അല്ലേ? കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി കവിയുന്ന ഒരളവ് മടിയിൽ കിട്ടും. ദൈവേഷ്ടമാണത്, നമ്മൾ കൊടുക്കണമെന്നുള്ളത്. പക്ഷെ എന്താണ് കൊടുക്കുന്നതിൻ്റെ ചേതോവികാരം? സ്നേഹം. മനസ്സിലായല്ലോ? അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ, ദൈവേഷ്ടമാണത്. എന്താണ് അതിൻ്റെ ചേതോവികാരം? സ്നേഹം. ഈ ദൈവേഷ്ടങ്ങളൊക്കെ എവിടേക്കാണ് ചെല്ലുന്നേ? ദൈവം സ്നേഹമാണ് എന്നുള്ള ആത്യന്തിക കൽപ്പനയിലേക്ക്. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായോ? ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനങ്ങളൊക്കെയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്കാണ് ചെന്ന് എത്തുന്നത്. ഇതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇതല്പം ഹെവി ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ. പക്ഷേ
ദൈവത്തെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മിലേക്ക് മാപ്പ് ചെയ്യുക, നമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള സകല പ്രവൃത്തികളും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുവാൻ ഇടയായിട്ട് തീരും. വെറുപ്പ് എന്നിൽ കാണുകയില്ല. ഒരുത്തനെയും വെറുക്കാൻ പിന്നെ എനിക്ക് സാധിക്കുകയില്ല. കാരണം വെറുപ്പ് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്ന് ആണ്. അതെന്നിൽ ഒരു സ്ഥാനവും പിന്നെ അതിനില്ല. എനിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യാനേ പറ്റൂ? സ്നേഹിക്കുവാൻ മാത്രമേ കഴിയൂ. ഇതാണ് കർത്താവിനെ പ്രതിബിംബിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. യാക്കോബ് 1:27. യാക്കോബ് ഇവിടെയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വ്യക്തിപരമായി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ നാം വായിക്കുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ. എന്താണെന്ന് അവിടെ പറയുകയാണ്. എന്താണ് ആ ഭക്തി? അനാഥരെ, വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക. അതിലേക്ക് ഞാൻ ദീർഘമായി കടക്കുന്നില്ല. അനാഥരുടെയും വിധവമാരുടെയും പിതാവായിരിക്കുന്നവൻ പറയുകയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ പോയി കാണണം. അതാണ് പറയുന്നതിൻ്റെ ആശയം. രണ്ടാമത്തെ ഭാഗമാണ് കൂടുതൽ ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ കാത്തുകൊള്ളുക. ഇത് ഭക്തൻ ചെയ്യുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. എനിക്കൊരു നിയമമുണ്ട്. എന്താണ് ആ നിയമം? യേശു എൻ്റെ കർത്താവ് ആണ്. അവന് കളങ്കം വരുത്തുന്ന, അവൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്ന, ഞാൻ അവൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്ന എന്ന് പറയുമ്പോൾ, ദൈവനാമം എൻ്റെ മേലിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവനാമമാണ് ദൂഷിക്കപ്പെടുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ പ്രവൃത്തികൾ നിമിത്തമാണ്. ദൈവത്തിൻ്റെ നാമം ശുദ്ധമില്ലാതെ ആകുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം, ദൈവനാമം ഇരിക്കുന്ന മനുഷ്യർ പാപത്തിൽ അകപ്പെട്ടു പോയാൽ ദൈവത്തിനാണ് അതിൻ്റെ പോരായിക വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ കാത്തുകൊള്ളണം. അതാണ് ദൈവഭക്തി. അപ്പോൾ ദൈവഭക്തിയുടെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എത്രമാത്രം നമ്മൾ ദൈവാനുരൂപമായി തീരുന്നുണ്ട്, കർത്താവിനെ പോലെ ആയി തീരുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്താലുള്ള മാലിന്യങ്ങളെ വിട്ടകന്ന്, ലോകത്താലുള്ള കളങ്കങ്ങളെ വിട്ടകന്ന് നമ്മളെ തന്നെ ദൈവ സ്വഭാവത്തിലേക്ക് ഏകീകരിക്കുമ്പോൾ നമ്മൾ ഭക്തന്മാരായി തീരുകയാണ്, ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ട് തീരുകയാണ്. അപ്പോൾ ദൈവഭക്തി, നമ്മൾ മറ്റുള്ളവരുടെ ഭക്തി അളക്കാൻ നടക്കണ്ട. അത് നമ്മളെ കൊണ്ട് നടക്കില്ല. അത് ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ അളക്കാനായിട്ട് ശ്രമിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്ന് വിലയിരുത്തുക. ഞാൻ ഈ ചെയ്യുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി നിമിത്തം ആണോ? ഞാൻ പറയാൻ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തന്മാരായി തീരുമ്പോഴുണ്ടല്ലോ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ആ മനോഭാവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മാറും. നമ്മൾ ഒരു കാര്യം റിയലൈസ് ചെയ്യും. അതെന്താണെന്നറിയോ? മനുഷ്യർക്ക് ഞാൻ കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന് ആദ്യമായിട്ട് റിയലൈസ് ചെയ്യും. അതെന്താ? എനിക്ക് കണക്ക് കൊടുക്കേണ്ടത് ഒരുത്തൻ്റെ അടുക്കലാണ്. അത് ആരുടെ അടുക്കലാണ്? എൻ്റെ അപ്പൻ്റെ അടുക്ക പോയിട്ട് എനിക്ക് കണക്ക് കൊടുക്കണ്ടു. വേറെ ആരുടെ അടുക്കും കണക്ക് കൊടുക്കണ്ട. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് കരുതുന്നു, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. പിന്നെയോ, എൻ്റെ അപ്പൻ്റെ സ്വഭാവമായിരിക്കും ഞാൻ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നെ വെറുത്താലും ഞാൻ സ്നേഹിക്കും, എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ സ്നേഹിക്കും. കാരണം എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. ഇതാണ് ലോകത്തെ ജയിക്കുന്ന ജയം. ഒന്ന് യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത്. ലോകത്തെ ജയിക്കുന്ന ജയമോ? നമ്മളുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിക്കുന്ന ആരാണ്? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? ലോകത്തിന് പിന്നെ നമ്മുടെ മേൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല.
മനുഷ്യർ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ്സ് ഇമ്മെറ്റീരിയൽ. എനിക്കതൊരു വിഷയമേ അല്ല. മറിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വഭാവമായിട്ട് മുന്നോട്ട് പോകും, എൻ്റെ മിനിസ്ട്രി മുന്നോട്ട് പോകും. എനിക്ക് ദൈവം വരവേൽപ്പിച്ചിരിക്കുന്നതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്. എപ്പോഴും തൻ്റെ ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. യെശയ്യാവ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. തെരുക്കളിൽ അവൻ്റെ ഒച്ച കേൾക്കുകയില്ല, അവനൊരു കംപ്ലൈൻറ്റും പറയില്ല, അവൻ തളരില്ല. പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുക എന്നുള്ള ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവനെ തളർത്തുവാനായി ധാരാളം പേർ തൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. അത് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വർക്ക് ചെയ്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ. നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് പോകണം. ആളുകൾ എന്ത് പറയുന്നു പറയുന്നില്ല, എന്ത് വിലയിരുത്തുന്നു വിലയിരുത്തുന്നില്ല, എന്ത് മാർക്കിടുന്നു ഇല്ല, ഇറ്റ്സ് ഇമ്മെറ്റീരിയൽ. അതിനൊരു വിലയും നമ്മുടെ മേലില്ല. കാരണം ഞാൻ ദൈവ ഭക്തനാണ്, ദൈവത്തിന് മാത്രം കണക്ക് കൊടുക്കുവാൻ എനിക്ക് ആവശ്യമുള്ളൂ. ഈ തിരിച്ചറിവ് നമ്മെ വാസ്തവത്തിൽ സ്വതന്ത്രരാക്കും. അല്ല എങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്നറിയോ? സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്ന് തരിപ്പണമായി പോകും. എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ വല്ലാതെയായി പോകും. പക്ഷേ ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റും യഥാർത്ഥ ദൈവഭക്തനായി തീരുമ്പോൾ. പിന്നെ നമ്മൾ ആരെക്കുറിച്ചും ഒരു വേവലാതിയും നമുക്ക് ഇല്ല. കാരണം എൻ്റെ മേലെ അതിനൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ഞാനും എൻ്റെ പിതാവും തമ്മിൽ എപ്പോഴും ലൈവ് കണക്ഷനുണ്ട്. അവൻ്റെ മുഖമാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരുടെയും മുഖം എനിക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല. ഈ തിരിച്ചറിവ് ദൈവഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇനി പർപ്പസ് ഓഫ് ഗോഡ്ലിനെസ്, അത് ഞാൻ വളരെ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് പല പ്രാവശ്യം പറയുകയുണ്ടായി ഇതിനു മുമ്പ്. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത്? ആദാമിൽ തുടങ്ങി വെച്ച പ്രശ്നമൊക്കെ ആകെ പൊട്ടിപ്പാളീസായി. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മുഖാന്തരം നമുക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കി. നമ്മളെ പിന്നെയും മക്കൾ എന്നുള്ള സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. വി ഹാവ് എ സെക്കൻഡ് ലീസ് ഓഫ് ലൈഫ്. രണ്ടാമത്തെ ഒരു സാഹചര്യം കൂടെ ദൈവം ഒരുക്കി തന്നു, മക്കൾ എന്നുള്ള സ്ഥാനം. എന്നിട്ട് ദൈവം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തെ നമ്മുടെ മേലിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അതിനായിട്ട് തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. നമ്മെ അത് പണിയുവാൻ തക്കവണ്ണം ദൈവസഭ എന്നുള്ള സവിധം ഉണ്ടാക്കി തന്നു. അവിടെ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവം ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം? വാട്ട് ഈസ് ദ പർപ്പസ്? ആ പർപ്പസ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ഒരു ഉദ്ദേശ്യമുണ്ട് അതിൻ്റെ പിറകിൽ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, എന്തിനാ സ്വർഗത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ, സ്വർഗമൊക്കെ കാണാൻ നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. സ്വർഗം നല്ല സ്ഥലമാണ്, പക്ഷേ അതല്ല ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. സ്വർഗമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം അവിടെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും സ്വർഗം തങ്കവീതി എന്നൊക്കെ പറയുമ്പോൾ അതാണ് വലിയ കാര്യം. അതൊരു വിഷയമേ അല്ല. ദൈവമില്ല എങ്കിൽ ആ തങ്കവീതിക്കും ഒരു വിലയില്ല, ഒരു കാര്യത്തിനും വിലയില്ല. ദൈവമാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഇടം അത് സ്വർഗം അല്ല. കാരണം സർവ്വ നന്മകളുടെയും ഉറവിടമായിരിക്കുന്നവൻ ഇരിക്കുന്ന ഇടമാണ് സ്വർഗം. സ്വർഗം ഇനി ഭൂമിയിലേക്ക് വരും, നമുക്കറിയാലോ അല്ലേ അത്, അല്ലേ? കാലസമ്പൂർണതയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വർഗവും ഭൂമിയും ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരും. അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ആശയം എന്താണ്? സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും, അഥവാ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അന്നാണ് അത് സംഭവിക്കുക. സ്വർഗം ഭൂമിയിലേക്ക് വരും, കാരണം ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരും. സ്വർഗം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആ മെറ്റീരിയൽ ആണ് വലിയ കാര്യമെന്ന് വിചാരിച്ചിരിക്കരുത്. മെറ്റീരിയൽ ഹാസ് നോ വാല്യൂ. ഇവിടുത്തെ മെറ്റീരിയൽ വേൾഡിൽ ജീവിച്ച് നമ്മൾ അങ്ങനെയാണ് ട്യൂണ്ടായിരിക്കുക. സ്വർണവും തങ്കവും നല്ല
എന്താ പറയുന്നത്, അവിടുത്തെ തങ്കത്തെക്കുറിച്ച് പറയുന്നത് ട്രാൻസ്പെറൻ്റ് എന്നാണ് അല്ലേ. ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് തങ്കം, അങ്ങനെ ഒരു സംഭവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ പുതുമയാണ്. പക്ഷെ അതൊന്നുമല്ല പുതുമ. അവിടുത്തെ പുതുമ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ മുഖം കാണും. അതാണ് പുതുമ, അതാണ് വലിയ കാര്യം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെ കാണുന്നതിന് കാരണമുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ദൈവഭക്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടം മക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? അവരിലൂടെ, ഈ മക്കളിലൂടെ, ദൈവത്തിൻ്റെ പുത്രൻ്റെ അതേ സ്വരൂപത്തിലുള്ള മക്കളിലൂടെ തൻ്റെ ഭാവി കാല പരിപാടികളെ നടത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പർപ്പസ്. അതാണ് ഉദ്ദേശ്യം. നമ്മൾ വലിയ തിരക്കുള്ളവരാകാൻ പോവുകയാണ്. ഇപ്പം ചിലരൊക്കെ വിചാരിക്കും, അവിടെ ചെന്നിട്ട് വേണമെന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ലേ. അവിടെ ചെന്നിട്ട് വേണമെന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ ക്ഷീണമില്ല. അവിടെ രാത്രിയും ഇല്ല. രാത്രിയിലേക്ക് ഉറക്കവും ഇല്ല. ഒച്ചപ്പോ ഇനിയിപ്പോൾ അവിടെ പോയി ഉറങ്ങാനും പറ്റില്ലേ? ഇല്ല, ഉറക്കമില്ല അവിടെ. ഈ ഉറക്കവും ക്ഷീണവും ഒക്കെ ഇവിടെയുള്ള പ്രശ്നമാണ്. അതൊക്കെ തീരും. ഓൾവേസ് വി വിൽ ബി വർക്കിംഗ്. എപ്പോഴും വർക്ക് ചെയ്യുന്നവരായിരിക്കും നമ്മൾ. ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. അവനാണ് നമ്മുടെ പരിപാലകൻ. ആ മക്കളാണ് നമ്മൾ. നമ്മുടെ അപ്പൻ്റെ പോലെയാവും നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഉറക്കമില്ല, ഒന്നുമില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഈ മഹത്വമുള്ള കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ച് എപ്പോഴും അവനെ സേവിക്കുന്ന മക്കളായിരിക്കും നമ്മൾ. അവിടെ ഉറക്കമില്ല, ക്ഷീണമില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. അതൊക്കെ ഈ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ മാറും. നമ്മൾ നമ്മുടെ പിതാവിനെ സേവിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉളവാക്കി ഭൂമിയെ വാഴുവാൻ ആക്കി വെച്ച ആദാം ലംഘന നിമിത്തം അവൻ്റെ വാഴ്ച അവസാനിപ്പിച്ചു. ഉൽപ്പത്തി 1:28 നമുക്കൊന്ന് വായിക്കാം. വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോകാം. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. പെട്ടെന്ന് വായിക്കാം. ശ്രദ്ധിക്കേണ്ട പദം വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. റൂൾ ഓവർ ദം. നിങ്ങൾ അതിൻ്റെ മേൽ വാഴണം. അതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ആരുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും? ദൈവത്തിൻ്റെ ഇമ്മീഡിയറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്, ദൈവത്തിന് പകരമായിട്ട് ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞു വാഴുവിൻ. പക്ഷെ ആ വാഴ്ച കുറച്ച് ദിവസങ്ങൾ, ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അധികം കാലം നിന്നില്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉളവാക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേടിനാൽ മരണം ഉള്ളവനായി തീർന്നു, പാപമുള്ളവനായി തീർന്നു. അങ്ങനെ വാഴ്ച അവിടെ അവസാനിച്ചു. അതിൻ്റെ ഉൽപ്പത്തിയുടെ തന്നെ 3:23 പുറത്താക്കി കളഞ്ഞു. ഏദൻ തോട്ടത്തെ നോക്കാൻ വേണ്ടിയാണ് ആദമിനെ ഏൽപ്പിച്ചത്. പക്ഷെ അവൻ ആ ജോലിക്ക് അയോഗ്യനായി തീർന്നു. കാരണം ദൈവസ്വരൂപത്തിൽ നിന്ന് അവൻ വീണുപോയി. അവൻ്റെ ക്യാരക്ടർ നശിച്ചു പോയി, പാപിയായി തീർന്നു. ഇപ്പൊ പിശാചിൻ്റെ ക്യാരക്ടർ ഉള്ളവനായി തീർന്നു. നമ്മൾ ഈ പാപം എന്ന വിഷയം ഇനി ഒന്നും കൂടെ പഠിപ്പിക്കുമോ? അതെങ്കിലും ഞാൻ പറയാം. പാപത്തെ ലാഘവ ബുദ്ധിയോടെ കാണരുത് കേട്ടോ. ഈ പാപം എന്ന് പറയുന്ന കാര്യം നമ്മുടെ വ്യക്തിയെ വികൃതമാക്കുന്ന കാര്യമാണ്. വികൃതം നമ്മുടെ ഐഡൻറ്റിറ്റി നശിപ്പിക്കുന്നതാണ് പാപം. പാപം ആദാമിൽ കടന്നപ്പോൾ അവൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ട് പോയി. പാപത്തെ ഒരിക്കലും താലോലിക്കരുത്. പാപത്തെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്. അത് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ശത്രുവായ പിശാചിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മെ അവൻ്റെ അടിമകളാക്കി തീർക്കുന്ന അവൻ്റെ ആയുധമാണ്. പാപത്തെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്. ഒരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ പാപത്തിൻ്റേത് വരുവാൻ നമ്മൾ സമ്മതിക്കരുത്.
അത് വരുമ്പോൾ തന്നെ അതിനെ റിനൗൺസ് ചെയ്യണം. പൊക്കോളനം അവിടെ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അതിനെ അപ്പോഴേ നീക്കിക്കളയണം. യു ഹാവ് നോ പ്ലേസ് ഇൻ മീ, ഐ ആം ഫോർ മൈ ലോഡ് ഓൺലി എന്നപ്പോൾ പറഞ്ഞിരിക്കണം. എൻ്റെ കർത്താവിനുള്ളവനാണ് ഞാൻ, അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, നിനക്ക് എന്നിൽ സ്ഥാനം ഇല്ല. റിജക്റ്റ്. പാപത്തെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്. കാരണം പാപം നമ്മുടെ വ്യക്തിയെ നശിപ്പിച്ച് കളയും. ആദാം പാപം ചെയ്തു, അവൻ അയോഗ്യനായി തീർന്നു. ഏദൻ തോട്ടത്തിലുള്ള അവൻ്റെ എക്സിസ്റ്റൻസ് അതോടുകൂടെ അവസാനിച്ചു. അവനെ പുറത്താക്കി കളഞ്ഞു. ആ വാഴ്ച അവിടെ അവസാനിച്ചു. അടുത്ത വാക്യം റോമർ 5:12, 17, 19 3 വാക്യങ്ങൾ വായിക്കണം. ആ 17-ാം വാക്യം മോനെ. പത്തൊമ്പത്. അതെ, ദൈവം അങ്ങനെ ആദാമിന്റെ ലംഘനത്താൽ തൻ്റെ ഐഡന്റിറ്റി നഷ്ടമായി, താൻ ഡിസ്ക്വാളിഫൈഡായി, അയോഗ്യനായി അവിടെ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥ അവന് വന്നു. അതിനുശേഷം ഒരു മനുഷ്യനെയും ഈ ലോകം പിന്നെ കണ്ടില്ല. ദൈവഹിതപ്രകാരമുള്ള മനുഷ്യന്മാർ എല്ലാവരും പാപികളായിരുന്നു. എല്ലാവരുടെയും മേൽ മരണം വാണു. അതാണ് നമ്മൾ വായിച്ചത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദ്യമായി ദൈവമുണ്ടാക്കിയ മനുഷ്യൻ പാപമില്ലാത്തവനും മരണമില്ലാത്തവനുമായിരുന്നു. അവൻ്റെ ഐഡന്റിറ്റി നശിച്ചു പോയി. ദ്രവത്വമുള്ളവനായിട്ട് അവൻ തീർന്നു. എന്നാൽ ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണു. ആ ഏകൻ എന്ന് പറയുന്ന ആദാമിന്റെ ലംഘനത്താൽ മരണം ആദാം നിമിത്തം വാണു. എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. റിസ്റ്റോറേഷൻ. ദൈവം ഒരു റിസ്റ്റോറേഷൻ കൊണ്ടുവന്നു. ഒരു ഏകൻ അഥവാ ആദാം മുഖാന്തരം എല്ലാവരും മരണത്തിന് കീഴ്പ്പെട്ടു പോയി. എന്നാൽ ഇതാ മറ്റൊരു ഏകൻ വരുന്നു. അവൻ മുഖാന്തരം ജീവനിലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. ഇതാണ് വീണ്ടെടുപ്പ് മുഖാന്തരം ദൈവം ഇടയാക്കിയത്. ആ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പം നമ്മളെ ദൈവം റിസ്റ്റോർ ചെയ്യുകയാണ്. നീതിമാന്മാരായി, ജീവനുള്ളവരായി തിരിച്ചു കൊണ്ടുവരികയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഗലാത്യർ 3:27. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് നീതീകരണം സംഭവിച്ചു, നമുക്ക് ജീവൻ തന്നു, നമ്മളെ നീതിമാന്മാരാക്കി തീർത്തു ദൈവം. എന്നിട്ട് പറയുകയാണ് ക്രിസ്തുവിനെ ധരിക്കുക. മനസ്സിലായല്ലോ? പഴയ മനുഷ്യനിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ആദാം പാപമില്ലാതിരുന്ന അവസ്ഥയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മളെ നീതീകരിച്ച് പുതിയൊരു ആത്മാവിനെ തന്ന് ജീവനുള്ളവരാക്കി തീർത്ത് ഇനി പറയാ ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തു നമ്മുടെ മേൽ വരണം. കൊലോസ്യർ 3:10. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. ഈ സൃഷ്ടിച്ചവന്റെ പ്രതിമ എന്ന് പറയുന്ന ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പ്രതിമയായിട്ട് ഈ ഭൂമിയിൽ വെളിപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ആരാണ്? ആദാമിൽ നഷ്ടപ്പെട്ടു പോയവരല്ല നാം. ഇനി നാം ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. പിന്നെയോ പുതുമനുഷ്യന്മാരാണ്, പുതിയ മനുഷ്യന്മാർ. പഴയ റേസ്, ആദാമിൽ വന്ന ആ കുലം, തലമുറ ദൈവം അവിടെ അവസാനിപ്പിച്ച് പാപികളായിരിക്കുന്നവരെ പുതിയ തലമുറയിലേക്ക് പറിച്ച് നട്ടു. ഇതാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്.
സ്വപുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച, തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നാം നന്ദിയുള്ളവരായിട്ട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മെ പറിച്ചു നട്ടു ആദാമിൻ്റെ കുലത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാമിൻ്റെ കുലത്തിലേക്ക് പറിച്ച് നമ്മളെ നട്ടു. അവൻ്റെ ക്യാരക്ടർ തന്നു. അവനെ ധരിച്ച് ഇനി മുന്നോട്ട് പോകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പുനഃസ്ഥാപനം നശിച്ചു പോയ മനുഷ്യവർഗത്തെ തിരിച്ചു കൊണ്ടുവന്ന് പുതിയ ഐഡന്റിറ്റി ക്രിസ്തുവിൽ തന്ന് ക്രിസ്തുവിനെ പോലെയുള്ള വ്യക്തികളാക്കി തീർക്കുവാനുള്ള ഈ പ്രക്രിയയാണ് വീണ്ടെടുപ്പിലൂടെ ദൈവം സാധിച്ചത്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഡന്റിറ്റി, ആ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിൽ വന്നിട്ട് ആദാം എന്തിനു വേണ്ടി ഉളവാക്കപ്പെട്ടുവോ അതേ കാര്യം നമ്മളിനി ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? ആദാമിനോട് ദൈവം പറഞ്ഞു നീ വാഴണം, എന്നാൽ അനുസരണക്കേട് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ക്രിസ്തുവിൻ്റെ കൈക്കീഴിൽ ലോകത്തെ വാഴാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ലോകത്തെ നമ്മൾ വാഴാൻ പോവുകയാണ്. ആദാമിൽ നഷ്ടപ്പെട്ടതിനെയാണ് കർത്താവ് പുനഃസ്ഥാപിച്ച് നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമുക്ക് ചില വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. വെളിപ്പാട് 19:16. കർത്താവായ യേശു ക്രിസ്തു ഇനി വരുവാനുള്ള ലോകത്തോടുള്ള ബന്ധത്തിൽ അവൻ രാജാധിരാജാവാണ്, കർത്താവാണ്. ആ രാജാധിരാജാവിൻ്റെ കീഴിൽ, കർത്താവിൻ്റെ കീഴിൽ അവൻ്റെ രാജ്യവും പുരോഹിതന്മാരുമായി, അഥവാ അവൻ്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ദൈവത്തെ സേവിക്കുവാനുള്ളവരാണ് ആർ? നമ്മൾ ഓരോരുത്തരും. മനസ്സിലായല്ലോ? ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സേവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതില്ലാതെ ദൈവത്തെ സേവിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. സ്വർഗത്തിൽ എല്ലാം സ്വർഗമായിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അവിടെ ദൈവം ഉണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നടപ്പാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവമില്ലാത്തവന് സ്വർഗത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ രാജ്യം നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് വേണം. സ്നേഹം എന്താണെന്ന്, ദൈവസ്നേഹം എന്താണെന്ന് അറിയാത്തവന് ദൈവരാജ്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? അവൻ തൻ്റെ ദൈവസ്നേഹത്തിൽ നിന്നല്ല കാര്യങ്ങൾ ചെയ്യുക, പിന്നെയോ തൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് ആയിരിക്കും. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം. ദൈവമാണ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നത്. എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ സേവനം ചെയ്യുന്നത് എങ്കിൽ, എൻ്റെ പേര് വലുതാക്കാൻ വേണ്ടിയാണ് ഞാൻ സേവനം ചെയ്യുന്നതെങ്കിൽ ദൈവസ്നേഹത്തിന് എന്നിൽ സ്ഥാനം ഇല്ല. ദൈവം ആ പ്രവൃത്തിയെ ആദരിക്കുകയും ഇല്ല. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും പലതും ചെയ്തു കൂട്ടും, പക്ഷേ പലതും നഷ്ടക്കച്ചവടമായിട്ട് അവസാനം പരിണമിക്കും. അതെന്താ കാരണം? നമ്മുടെ ഉദ്ദേശ്യശുദ്ധി ശരിയല്ല. നമ്മൾ ചെയ്യേണ്ട പോലെയല്ല അത് ചെയ്യുന്നു. ഞാൻ പറയാം, നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഒരു വർഷിപ്പാണ്. ശരിക്കും വർഷിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു യാഗം കഴിക്കുന്നത് പോലെയാണ്, ഒരു ആരാധനയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ വചനം സംസാരിക്കുന്ന ഒരു ആരാധന പോലെയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യം? എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അത് എന്നാൽ കഴിയുന്ന പൂർണ്ണ ശക്തിയോടെ ഞാനത് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാ? എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ സഭയിൽ കടന്നു വന്ന് ചെയ്യുന്ന ശുശ്രൂഷകളാകട്ടെ, സഭയ്ക്ക് പുറത്ത് ചെയ്യുന്ന ശുശ്രൂഷകളാകട്ടെ, നമ്മുടെ സ്വന്തം കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് തിന്നാലും കുടിച്ചാലും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ.
അതാണ് ആരാധന. സ്വർഗത്തിൽ അത് അങ്ങനെയായിരിക്കും. നമ്മൾക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആയിരിക്കും. അവിടെ സ്വയത്തിന് ഒരു സ്ഥാനവും ഇല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും നമ്മൾ 0 ആയിരിക്കും, ദൈവമായിരിക്കും എല്ലാറ്റിലുമെല്ലാം. ആ ആറ്റിറ്റ്യൂഡ് എന്നിലില്ല എങ്കിൽ എനിക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ല. ഈ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ഇവിടെ വെച്ച് പഠിക്കണം, ഇവിടെ വെച്ച് നമ്മൾ അഭ്യസിക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് വരുവാനുള്ള ലോകത്തിൽ ദൈവം ഉത്തരവാദിത്തങ്ങളെ തരാൻ പോകുന്നത്. ഇത് തിരിച്ചറിയണം നമ്മൾ. എല്ലാവരും വിശ്വസിച്ച് എല്ലാവരും സ്വർഗത്തിൽ ചെല്ലും. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളൊക്കെ അവിടെ വെച്ച് നമുക്ക് കിട്ടും. പക്ഷേ പ്രതിഫലങ്ങൾ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തതിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ മറക്കരുത്. അവനവൻ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, ശ്രദ്ധിക്കുക ആ പദം, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിത്തീരും അവിടെ ചെല്ലുമ്പോൾ. അത് പുനരുത്ഥാനത്തിൽ സംഭവിക്കും. പക്ഷേ പ്രതിഫലങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ വരുത്തുന്ന മാറ്റത്തിന് അനുസരിച്ചിട്ടായിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ മാറുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിറവേറുക? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതെങ്ങനെ നടക്കും? ഒന്നാമത് അത് എന്നിൽ നടക്കണം. കുറച്ച് മനസ്സിലായോ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിൽ നടപ്പാകണം. ഞാൻ നിന്നെ പോലെ ആകണം. അങ്ങനെ ഞാൻ ദൈവത്തെ പോലെയുള്ള ഒരു ക്യാരക്ടർ എന്നിൽ കടന്നു വരുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വർഗത്തിൻ്റെ പ്രവൃത്തികളായി ഈ ഭൂമിയിൽ പരിണമിക്കും. അപ്പോൾ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകും. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് മാറിയേ മതിയാകൂ, മാറ്റിയേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മൾ ഓട്ടമൊക്കെ തികച്ച് അവിടെ ചെല്ലും. പാട്ടിലൊക്കെ നമ്മൾ ഓട്ടം തികച്ചു ഞാൻ അക്കരെ നാട്ടിൽ ഒട്ടും കണ്ണീരില്ല വീട്ടിലൊക്കെ എത്തും. അതൊക്കെ ശരിയാ. പക്ഷേ പ്രതിഫലങ്ങളുടെ കാര്യം വരുമ്പോൾ അപ്പോൾ വിവരം അറിയും. തൻ്റെ ജീവനെ തൃണവൽഗണിച്ച് എപ്പോഴും മരണവും ജീവനും എന്നുള്ള രീതിയിൽ ജീവിച്ച പൗലോസ് അപ്പോസ്തലനും ഒരിക്കൽ പോലും ആരോടും സുവിശേഷം പറയാൻ മെനക്കെടാത്ത ഒരു വിശ്വാസിയും ഒരേ അളവിൽ അനുഗ്രഹിക്കപ്പെട്ടാൽ ദൈവം നീതിമാനാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്? അത് നീതിയല്ല. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, വിരുദ് പ്രാപിപ്പാൻ ഓടുവിൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്തുകയാണ്. ഈ ലക്ഷ്യം കർത്താവ് നമ്മിൽ സാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ ഒന്ന് ഉണരാൻ സമയമായി പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ കീഴിൽ നമ്മൾ ഭരിക്കാൻ പോവുകയാണ് ലോകത്തെ. പക്ഷേ അതിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ആവശ്യം ഇവിടെ വെച്ചേ ഉണ്ട്. അങ്ങനെ നാം തയ്യാറെടുക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ആലോചനകൾ അതിനായിട്ട് നമ്മെ ത്വരിതപ്പെടുത്തട്ടെ. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.